Hi everyone, welcome to Krish Talks. മാലിനി ചിബ് എഴുതിയിട്ടുള്ള Entre, Vous, Adulthood എന്നുള്ള പാഠഭാഗമാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാലിനി ചിബിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അതായത് റീഡിങ്സ് ഫ്രം ദി ഫ്രിഞ്ചസ് എന്നുള്ളതിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കണ്ടിട്ടില്ലെന്നൊന്ന് ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സമ്മറി പറയും, എല്ലാ ഭാഗങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മലയാളത്തിലും പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ആദ്യം തന്നെ മാലിനി ചിബിനെ കുറിച്ച് നോക്കാം. മാലിനി ചിബ് ഈസ് ആൻ ഇന്ത്യൻ ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. അപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു നമ്മുടെ മാലിനി ചിബ് എന്ന് പറയുന്നത്. ഷീ ഹാസ് സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി എന്ന് പറയുമ്പം ഒരു അസുഖമാണ്. അതായത് മോസ്റ്റ് കോമൺ മോട്ടോർ ഡിസബിലിറ്റി ഇൻ ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. അതായത് കുട്ടിക്കാലം മുതലേ കാണാവുന്ന ഒരു തരം ഒരു ഡിസബിലിറ്റിയാണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ, ചില കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതെ, മസിൽസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പോൾ പല കാര്യങ്ങളും അവർക്ക് നോർമൽ ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു അസുഖം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ തന്നെ, അതുകൊണ്ട് ഒരു അംഗവൈകല്യം ഉണ്ടായിരുന്നു. ദെൻ നമ്മുടെ മാലിനി ചിബിന്റെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു വൺ ലിറ്റിൽ ഫിംഗർ. അപ്പോൾ മാലിനി ചിബിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള വൺ ലിറ്റിൽ ഫിംഗറിലെ ഒരു ചാപ്റ്റർ ആണ് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ള Entre, Vous, Adulthood എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. Entre, Vous, വ്യൂസ് എന്ന് പറയില്ല, Entre, Vous, Adulthood എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. സോ നമ്മുടെ മാലിനി ചിബിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാലോ. അപ്പൊ ആദ്യം തന്നെ ചെറിയൊരു സമ്മറി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ലിറ്റിൽ ഫിംഗർ ഈസ് ദ സ്റ്റോറി ഓഫ് എ വുമൻ ഹു ഡിഫൈൻഡ് ഓൾ ഓഡ്സ് ടു ബിക്കം വിക്ടോറിയസ് ഇൻ സ്പൈറ്റ് ഓഫ് ഹെർ ക്രിപ്ലിംഗ് ഫിസിക്കൽ ഡിസബിലിറ്റി ആൻഡ് ആൻ ഇൻസെൻസിറ്റീവ് സൊസൈറ്റി. അതായത് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാരീരിക വൈകല്യങ്ങളെയൊക്കെ അതിജീവിച്ച്, അതായത് ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഒട്ടും ദയയില്ലാത്ത നമ്മുടെ സമൂഹത്തോട് പൊരുതി വിജയിച്ച ഒരു സ്ത്രീയുടെ കഥ, അതായത് നമ്മുടെ മാലിനി ചിബിന്റെ തന്നെ സ്റ്റോറിയാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് മാലിനി ചിബ് സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡന്റിറ്റി. ഇൻഡിപെൻഡൻസും ഐഡന്റിറ്റിയും തിരയുന്ന ഒരു മാലിനി ചിബിന്റെ സ്റ്റോറി തന്നെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. In this inspirational autobiography, Malini recounts her experiences from childhood to adulthood. അതായത് ചെറുപ്പകാലം മുതൽ, അതായത് ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പോൾ അഡൾട്ട്ഹുഡ് വരെയുള്ള മാലിനി ചിബിന്റെ എല്ലാതരം എക്സ്പീരിയൻസും ഉൾക്കൊള്ളിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഹെർ സ്ട്രഗിൾസ് ആസ് എ ചൈൽഡ്, ഹെർ ചാലഞ്ചസ് ആസ് എ യൂത്ത് ആൻഡ് ഹെർ അച്ചീവ്മെന്റ്സ് ആൻഡ് ജോയ് ആസ് എൻ അഡൾട്ട്. എല്ലാ കാര്യങ്ങളും, എല്ലാത്തരം ഫീലിംഗ്സും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. Entre, Vous, Adulthood is a chapter from her autobiography One Little Finger. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. It discusses the narrator's visit the university town of Berkeley and how much Berkeley inspired her. അതായത് നമ്മുടെ മാലിനി ചിബ് ബർക്ക്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ പോയിട്ട് കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. അതെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, മാലിനി ചിബിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു, പല കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആ ലാസ്റ്റ് വരി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമ്മൾ പാഠഭാഗത്തിലോട്ട് കടക്കുമ്പോൾ, ആഫ്റ്റർ മൈ ഡിഗ്രി ഐ വെന്റ് ടു ദ USA ഫോർ എ ഷോർട്ട് വിസിറ്റ് ഇൻ 1988. 1988 കേട്ടോ പോകുന്നത്. 1988 ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ചെറിയ സന്ദർശനത്തിനായിട്ട് അമേരിക്കയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത്? ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. അവിടെ ചെന്നപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ മാലിനി ചിബിന് കിട്ടിയത്. വൺ ഓഫ് ദ പ്ലേസസ് ഐ വിസിറ്റഡ് വാസ് ബെർക്ക്ലി. അപ്പോൾ ആ ഒരു പ്ലേസിന്റെ പേരൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. USA ഒരു പ്ലേസ് ആയിരുന്നു ബെർക്ക്ലി എന്ന് പറയുന്നത്. അപ്പോൾ 1988 ശേഷമാണ് പോകുന്നത്, ഡിഗ്രിക്ക് ശേഷമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അതിൽ പറയുന്നത്, when visiting the university town of Berkeley, I was pleasantly surprised to find it teeming with the electric wheelchairs. അതായത് അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെങ്കിൽ, ഈ ഒരു സ്ഥലത്ത്
ഒരുപാട് ഇലക്ട്രിക് വീൽ ചെയേഴ്സ് ഉണ്ടായിരുന്നു എന്നാ പറയണത്. അപ്പൊ ഇലക്ട്രിക് വീൽ ചെയേഴ്സ് എന്തായിരിക്കും? ഇതേപോലെ ഡിസബിലിറ്റി ഉള്ള ആളുകൾ സഞ്ചരിക്കുന്നതാണ് വീൽ ചെയറുകളിൽ അല്ലെ. അപ്പോൾ തന്നെ പോലെ ഒരുപാട് പേര് അവിടെ കാണാൻ സാധിച്ചു. ഒരുപാട് പേര് ഇത്തരത്തില് വീൽ ചെയറുകളിൽ അവിടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നാ പറയണേ. ഓക്കെ, then in fact these wheelchairs were the order of the day. Wheelchairs had the right of way. അതായത് അവിടെ റോഡുകളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മുൻഗണന വീൽ ചെയറുകൾക്കായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ വീൽ ചെയർസ് ആണ്. റോഡുകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് വീൽ ചെയറുകൾക്കാണെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ മാലിനി ചിബ് ഒരു ഇന്ത്യക്കാരിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരം കാഴ്ചകളൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഇപ്പൊ 1 or 2 വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവരുണ്ടായിരിക്കാം. കാരണം അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ വീട്ടില് ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, പുറത്ത് സഞ്ചരിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പുറത്തൊന്നും ആരും അങ്ങനെ കാണാറില്ല. ഇനിയിപ്പോ കാണുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ കാണാറില്ല എന്ന് പറയണേ. പക്ഷെ ഇത്തരത്തില് ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരുപാട് പേര് ഇത്തരത്തിൽ പുറത്തിറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അവർ വീൽ ചെയറുകളിൽ. അതേപോലെ തന്നെ റോഡുകളിലും മുൻഗണന കിട്ടിയിരുന്നതും ഈ വീൽ ചെയറിൽ പോകുന്നവർക്കായിരുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓൾ ദ പേയ്മെന്റ്സ് വർ റാംപ്ഡ് ആൻഡ് ദി curbs rounded, making it very disabled friendly place. അവിടെ എല്ലാ ഇങ്ങനെ നടപ്പാതകൾ ഉണ്ടാവില്ലേ, നടപ്പാതകളും അതേപോലെ തന്നെ റോഡുകളിലേക്ക് ചേരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വീൽ ചെയറുകൾക്ക് പോകത്തക്ക രീതിയിൽ റാമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവിടെയും അതായത് റോഡിലും അവിടെ ഇവിടെ നടപ്പാതകളിലൊക്കെ തന്നെ വീൽ ചെയർ പോകുന്ന രീതിക്ക് അവർക്ക് എന്താ പറയുക സേഫ് ആയിട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാ പറയണേ. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, മ്യൂസിയം, ലൈബ്രറി, സ്കൂൾ, പബ്ലിക് ടോയ്ലറ്റ് ഓർ തിയേറ്റർ ആൻഡ് ദിസ് ഫെസിലിറ്റേറ്റഡ് ഇൻഡിപെൻഡൻസ്. അതായത് എല്ലാ സ്ഥലങ്ങളും അവർക്ക് യാത്ര ചെയ്യാനുള്ള രീതിക്ക് ഈ വീൽ ചെയർ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കും എന്നാ പറയണത്. Then, in fact, the campus is located on a hill. ഇവരുടെ ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഹില്ലിന്റെ പുറത്താണ്, ഒരു മലമുകളിലാണ്. And it is advisable for a disabled person to have an electric wheelchair. അപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ ഇങ്ങനെ ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറിൽ തന്നെയാണ് അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. Besides mobility, it gives a disabled person a sense of freedom. അതായത് ഈ ഒരു സഞ്ചാര സൗകര്യത്തിന് പുറമെ ഒരു സ്വാതന്ത്ര്യമാണ് അവർക്ക് അവിടെ നൽകുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ബെർക്ക്ലി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലത്തെ കാര്യങ്ങളാണ് ഇനി പറയണേ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇത്തരത്തിൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കണേന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മളൊന്ന് ഇന്ത്യയിലത്തെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ റൈറ്റർ നമുക്ക് നോക്കാം. Coming from a country where most buildings are totally inaccessible to wheelchairs, often I have been upset while trying to enter 5-star hotels, art galleries or parks in India to find that no thoughts has been given to a person who cannot walk. Usually all that is needed is a ramp. അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ബിൽഡിങ്ങുകൾക്കും ഈ വീൽ ചെയർ പോകാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ കുറവാണ്. കാരണം വീൽ ചെയറുകൾക്ക് അങ്ങനെ സ്ലോപ്പായിട്ട് വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളിലും ഉണ്ടായിരുന്നില്ല എന്നാ പറയണേ. കാരണം ഇപ്പൊ റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ആർട്ട് ഗാലറിയിൽ നോക്കുകയാണെങ്കിലും പാർക്കുകളിലൊക്കെ തന്നെ ഇല്ലാന്നല്ല, പക്ഷെ ഏറെക്കുറെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാ പറയണേ. അപ്പൊ അത് നമ്മുടെ റൈറ്ററിനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ റാമ്പ് പോലെ വീൽ ചെയറിന് പോകാൻ പറ്റുന്നതായിട്ടുള്ള ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെന്നാണ് നമ്മുടെ റൈറ്റർ ഈ ഒരു സിറ്റുവേഷനിൽ ആലോചിക്കുന്നത്. ഇനി ബെർക്ക്ലിയിലുള്ള കുറച്ച് ഓർഗനൈസേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇൻ ബെർക്ക്ലി there were several organizations dealing with disabled students and fighting for the rights of disabled people. ഈ ഒരു സ്ഥലത്ത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടി പൊരുതുന്ന ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. At the center, they train disabled people on how to manage their life and even if they suffer from severe disabilities. അതായത് സിവിയർ ഡിസബിലിറ്റീസ് കൊണ്ട് ജീവിക്കുന്ന ആളുകളെ എങ്ങനെ ഇനി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, എങ്ങനെ അവരെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ തന്നെ അവരവിടെ നടത്തി കൊടുക്കുന്നുണ്ട്. Disabled people had the help of many different attendants who aided them with daily living functions.
കീപ്പിംഗ് ഇൻ മൈൻഡ് ദെയർ നീഡ്സ്. അതായത് ഇത്തരം ഓർഗനൈസേഷൻസിൽ ഒരുപാട് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഡെയിലി കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അവരെ പരിശീലിപ്പിക്കുന്നവരും ഡിസേബിൾ ആയിട്ടുള്ള അധികാരികൾ തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നവർ പറഞ്ഞല്ലോ അംഗവൈകല്യമുള്ളവരാണ്. അത് പുറത്തുനിന്നുള്ളവരെയാണ്, അല്ലാതെ വീട്ടുകാരെയല്ല, പുറത്തുനിന്നുള്ളവരെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയണേ. ഓക്കെ, അപ്പം ഇതാണ് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. അവിടെയുള്ളവർ പറയുന്ന കാര്യം, ആരും തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർ വരെ പല കാര്യങ്ങൾക്കും പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇപ്പം നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആളുകളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, ദേ ആർഗ്യൂ ദാറ്റ് നോബഡി ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. ആരും കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരല്ല. ഫോർ ഇൻസ്റ്റൻസ്, എ നോർമൽ പേഴ്സൺ വുഡ് need a carpenter, a plumber or an electrician perhaps. അതായത് പല കാര്യങ്ങൾക്ക് ഇതേപോലെ കാർപ്പൻറ്ററിനെ നമുക്ക് ആവശ്യമുണ്ട്, പ്ലംബറിന് ആവശ്യമുണ്ട്, ഇലക്ട്രീഷ്യന് ആവശ്യമുണ്ട് ഇല്ലേ. പല കാര്യങ്ങളും നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ദ ഡിസേബിൾഡ് ടു are dependent on getting help to enable independent living so that they can function more efficiently and are able to take up employment. അപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കും ഇതേപോലെ മറ്റുള്ളവരെ പല കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കാനായിട്ട്, മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, this form of independence is essential if I am to be allowed to contribute positively to society and not always be treated as a second class. ഈ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ സെക്കൻഡ് ക്ലാസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ബിക്കോസ് ഐ നീഡ് ഹെൽപ്പ് വിത്ത് മൈ പേഴ്സണൽ കെയർ. അപ്പം എനിക്കും ഇതേപോലുള്ള പല കാര്യങ്ങൾക്ക് പലരുടെയും സഹായം വേണം. അത് വെച്ചിട്ട് ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. അഗെയിൻ ദിസ് കൈൻഡ് ഓഫ് ഫിലോസഫി വാസ് ന്യൂ ടു മീ. അപ്പം ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ബെർക്ലിയിലെ ജനങ്ങൾ പറയുന്നതാ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ റൈറ്റർക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ദിസ് കോൺസെപ്റ്റ് അപ്പീൽ ടു മീ എ ഗ്രേറ്റ് ഡീൽ. നല്ലൊരു കാര്യമാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് പൗരന്മാരായിട്ട് കാണരുത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെ റൈറ്റർക്ക് കിട്ടുന്നത് ഈ ഒരു ബെർക്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതിനു ശേഷമാണ്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് കോൺസെപ്റ്റ് അപ്പീൽ ടു മീ എ ഗ്രേറ്റ് ഡീൽ എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ നല്ലൊരു ആശയമായിട്ട് വളരെ നല്ല രീതിയിൽ എനിക്കിത് ബോധിച്ചു എന്നാ പറയണേ. കാരണം നമ്മളെല്ലാവരും നോർമൽ ആയിട്ടുള്ള ആളുകളും പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഡിസേബിൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ സെക്കൻഡ് ക്ലാസ് ആയിട്ട് മാറ്റി നിർത്തുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ റൈറ്റർക്ക് ബോധിച്ചു എന്നും പറയുന്നുണ്ട്. സൊസൈറ്റി ഓൾവേസ് ഹാസ് ദർ stereotypical concepts of disabled people where they are portrayed as being extremely dependent and helpless. അതായത് നമ്മുടെ സമൂഹം മൊത്തമായിട്ട് ഡിസേബിൾഡ് പീപ്പിളിനെ കാണുന്നത് ഒന്നിനും കൊള്ളാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒട്ടും കഴിവില്ലാത്തവർ എന്നുള്ള അസ്വാതന്ത്ര്യം എന്നുള്ള രീതിക്കാണ് കാണുന്നത്. പക്ഷെ എല്ലാവരും ഓർക്കേണ്ട കാര്യം അവരും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഇറ്റ് വാസ് ആഫ്റ്റർ മൈ ട്രിപ്പ് ടു ബെർക്ലി ദാറ്റ് വി ഡിസൈഡഡ് ടു ഗെറ്റ് ആൻ അറ്റൻഡന്റ്. മദർ വാസ് ഇൻ കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. She interviewed a Nepalese woman who spoke English. Maya was pleasant and in her mid-40s. Her last employers were one of the elite families of Calcutta. അതായത് ആദ്യത്തെ തവണ ബെർക്ലിയിൽ പോയി വന്നതിന് ശേഷമാണ് ഒരു അറ്റൻഡന്റ് സഹായിനെ വെക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ റൈറ്റിന്റെ അമ്മ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നേപ്പാളി സ്ത്രീയെയാണ് അമ്മ കണ്ടുപിടിച്ച് അവർ അഭിമുഖമൊക്കെ നടത്തി. അപ്പം മായ എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര്. ഏകദേശം ഒരു 40-നുള്ളിൽ മിഡ് 40s എന്ന് പറഞ്ഞപ്പോൾ 45 വയസ്സ് പ്രായമൊക്കെയുള്ള ഒരു സ്ത്രീയാണ്. വളരെ പ്ലസന്റ് ആയിരുന്നു. അവർ ഇതിന് മുന്നേ വലിയൊരു കുടുംബത്തിൽ ഇതുപോലെ ജോലി ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. Maya arrived a month later. She had a pleasant disposition. Actually, she was a great help to my mother and Pam. For the first time in years, we had a maid for our clothes. അതായത് മായ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവരുടെ ഡെയിലി കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ റൈറ്ററിനെ സഹായിച്ചു. അപ്പം നമ്മുടെ റൈറ്റർക്ക് 22 വയസ്സായിരുന്നു. അപ്പം അമ്മയ്ക്കൊക്കെ വളരെ ഹെൽപ്പായിരുന്നു മായ എന്ന് പറയുന്നത്. Maya was a new addition to my new life.
My trip to the US was an eye-opener for me. I had never seen so many disabled adults in my life, each leading an independent life. In Bombay, when I was growing up, I rarely saw a disabled adult. So, invariably grew up thinking that I would be normal once I was an adult. അതായത് ബെർക്ലിയിൽ ചെന്നതിന് ശേഷമാണ് ഒരുപാട് അംഗവൈകല്യമുള്ളവർ ഒരുമിച്ച് കാണുന്നത്, ഡിസേബിൾഡ് പീപ്പിളിനെ ഒരുമിച്ച് കാണുന്നത്. ഇപ്പോൾ ബോംബെയിൽ താമസിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് പേരെയൊന്നും കണ്ടിരുന്നില്ല എന്ന് പറയണം, 1-2 പേരെ മാത്രമൊക്കെയാണ് കാണാറുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിരുന്നത് വളർന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തനിക്കൊരു സാധാരണ ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൈ മദർ വുഡ് ഓൾവേസ് ആസ്ക്, എൻ്റെ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, വെൻ ആർ യു ഗോയിങ് ടു ബി ഇൻഡിപെൻഡൻറ്റ്, നീ എന്നാണ് മോളെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്ന് നടക്കുന്നത് കാണാൻ പറ്റാന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് പറയാറുള്ളത് വെൻ ഐ ഗ്രൂ അപ്പ് എന്നുള്ളതാണ്. ഞാൻ വലുതാവുമ്പോൾ, ഞാൻ പ്രായപൂർത്തിയാവുമ്പോൾ എന്നുള്ള രീതിക്കാണ് പറയാറുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വെൻ, അപ്പം അതെപ്പോഴാണ് നീ വലുതാവാൻ പോണത് എപ്പോഴാ എന്ന് അമ്മ ചോദിക്കാറുണ്ടായിരുന്നു. യു ആർ ഓൾറെഡി 21, നീ ഇപ്പോഴേ തന്നെ 21 ആയി മോളെ, ഇനി എങ്ങനെയാണ് നീ വളർന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറയണേ എന്ന് അമ്മ പറയാറുണ്ടെന്നാണ് പറയണത്. ബട്ട് ടുഡേ വെൻ ഐ റിഫ്ലക്ട് ഓൺ ദി പാസ്റ്റ് ഐ റിയലൈസ് ദാറ്റ് മൈ ഗ്രോയിങ് അപ്പ് സ്റ്റാർട്ടഡ് വെൻ ഐ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ പഴയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ റൈറ്റർ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്, താൻ ഓക്സ്ഫോർഡിൽ പോയതിനു ശേഷമായിരിക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വളരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇറ്റ് വാസ് ആഫ്റ്റർ അവർ ട്രിപ്പ് ടു ബെർക്ലി വെൻ വി ഹാഡ് സ്റ്റോപ്ഡ് ഓവർ ഇൻ ലണ്ടൻ പ്രിയർ ടു റിട്ടേണിംഗ് ടു ബോംബെ ദാറ്റ് വൺ ഡേ ഡാഡ് ആസ്ക്ഡ് കാഷ്വലി, മോൾസ് ഷാൽ വി ഗോ ടു ഓക്സ്ഫോർഡ് പോളിടെക്നിക്. അതായത് ഇവർ ബെർക്ലിയിൽ പോയതിന് ശേഷം ബോംബെയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ലണ്ടനിൽ കുറച്ച് ദിവസം തങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ റൈറ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓക്സ്ഫോർഡ് പോളിടെക്നിക്ക് കാണാൻ പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്ന് ചോദിക്കുന്നുണ്ട്. ഷാൽ വി ഗോ ടു ഓക്സ്ഫോർഡ് പോളിടെക്നിക്? He rang up Oxford Polytechnic and spoke to the dean who gave us a time to meet with him. അപ്പം ഡാഡ് അവിടുത്തെയുള്ള ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലെ ഒരാളെ വിളിക്കുന്നുണ്ട്, ആളായിട്ട് സംസാരിച്ച് കാണേണ്ട സമയമൊക്കെ തീരുമാനിക്കുന്നുണ്ട്. We heard a hertz and drove down to Oxford which was an hour's drive. അതായത് അതിനുശേഷം ഇവർ ഓക്സ്ഫോർഡിലുള്ള ആളെ കാണാനായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദ പോളിടെക്നിക് ഓഫ് ബ്രിട്ടൻ ഓഫർ എ ടെക്നിക്കൽ ട്രെയിനിങ് വിച്ച് ദ യൂണിവേഴ്സിറ്റി ഡിഡ് നോട്ട് ഓഫർ. അതായത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാത്ത പല കോഴ്സുകളും പോളിടെക്നിക്കുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ നടത്തുന്നുണ്ട്. It was only recently that the polytechnics were formally recognized as universities. അപ്പം ഈയിടെയാണ് ഇത്തരത്തിലുള്ള പോളിടെക്നിക്കുകളൊക്കെ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. I felt that I needed a more practical training to get a job. അപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. With my poor speech, I thought that formal training would give me an edge over others. അതായത് സംസാരിക്കാനൊക്കെ നമ്മുടെ റൈറ്റർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശീലനം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ റൈറ്റർക്ക് തോന്നി. അപ്പോൾ നമ്മുടെ റൈറ്റർ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഓക്സ്ഫോർഡ് പോളിടെക്നിക് ഹാഡ് എ ഗുഡ് കോഴ്സ് ഇൻ പബ്ലിഷിങ്ങിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു അപ്ലൈ വിത്ത് ഡാഡ്സ് ഹെൽപ്പ്. ഡാഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു പബ്ലിഷിംഗ് കോഴ്സിലോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഐ പുട്ട് ഇൻ ദ അപ്ലിക്കേഷൻ ആൻഡ് വാസ് കോൾ ഫോർ ദി ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂവിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. ദ ഇൻ്റർവ്യൂ വാസ് മോസ്റ്റ് ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ദ ഡ്യാൻ വോർ എ വൈറ്റ് ചെക്ക്ഡ് ക്രംപിൾ ഷർട്ട്. ഇറ്റ് വാസ് ലൈക്ക് എൻ ഇൻഫോർമൽ ചാറ്റ്. അപ്പോൾ അവിടുത്തെ ഡ്യാൻ ധരിച്ചിരുന്നത് ഒരു വൈറ്റ് ചെക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്രംപിൾഡ് ഷർട്ടായിരുന്നു. അപ്പോൾ അതൊരു ഇൻഫോർമൽ ചാറ്റാണ്, വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അല്ലാതെ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ ബോംബെയിൽ തിരിച്ചെത്തുകയാണ്. അതിനുശേഷം നമ്മുടെ റൈറ്റർ സ്പാസ്റ്റിക് സൊസൈറ്റിയുടെ കാര്യങ്ങളിൽ മുഴുകിയെന്നാണ് പറയണേ. ഓക്കെ, ഐ ഇമ്മൻസ്ഡ് മൈ സെൽഫ് ഇൻ ദ വർക്ക് of the spastic society. I decided to set up an informal recreational club called Adapt, able disabled all people together. അപ്പോൾ ഇങ്ങനെ അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റർ തീരുമാനിക്കുകയാണ്. where people could meet socially, as I felt that there was not much interaction between non-disabled and disabled people. My friend Zubin and I thought up the name Adapt at the same time, which was coincidental. Adapt met every 2 weeks just as a social forum.
അതായത് അതൊരു ചെറിയൊരു ക്ലബ്ബാണ്. ഇപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ അല്ലാത്തവരും നോർമൽ ആയിട്ടുള്ള ആളുകളും ഒന്ന് ഇടപഴകാനുള്ള ഒരു സ്ഥലം. ആ ഒരു സ്ഥലമായിട്ടാണ് ആ ക്ലബ്ബ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ റൈറ്ററിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഫ്രണ്ടിന്റെ പേര് സുബിൻ എന്നാണ്. അപ്പോൾ ഫ്രണ്ട് ആയിട്ടുള്ള സുബിനും ഈ ഒരു അഡാപ്റ്റ് എന്ന് പറഞ്ഞ നെയിം നല്ലതാണ് എന്നുള്ള കാര്യം അപ്പൊ ആ ഒരു സമയത്ത് പറയാണ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ ഫോറം എന്നുള്ള നിലയിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ആ ഒരു അഡാപ്റ്റ് എന്ന് പറഞ്ഞ ക്ലബിൽ മീറ്റിങ്ങുകളും ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റർ ഓടി നടക്കുകയായിരുന്നു. Once Subin told me he would like to go to England to study ചൗസർ. അതായത് ഒരു ദിവസം സുബിൻ പറയാണ് ഇംഗ്ലണ്ടിലോട്ട് ചൗസർ പഠിക്കാനായിട്ട് പോകാൻ താല്പര്യമുണ്ട്, അങ്ങോട്ട് പോവാണെന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പൊ ഇംഗ്ലണ്ടിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റൈറ്റർ നമ്മുടെ സുബിന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഓക്സ്ഫോർഡിൽ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യൂ. അപ്പൊ അവൻ പറഞ്ഞു അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി നിർബന്ധിച്ചപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ഓക്സ്ഫോർഡിലൊരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, അതിന് സെലക്ട് ആവുന്നു, ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റായി നമ്മുടെ സുബിന് കിട്ടി. അപ്പൊ ആ ഒരു സമയത്ത് സന്തോഷവും സങ്കടവും തോന്നി. സന്തോഷം അവൻ ഇങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ എന്നുള്ളത് ഓർത്തായിരുന്നു. സങ്കടം എന്ന് പറയുന്നത് അവനെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സുബിനൊക്കെ പോയതിന് ശേഷം നമ്മുടെ റൈറ്റർ വീണ്ടും ആ ഒരു സ്പാസ്റ്റിക് സൊസൈറ്റിയിലെ അഡാപ്റ്റ് ക്ലബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. One morning out of the blue a letter arrived. അപ്പോൾ ഒരു ദിവസമാണ് നമ്മുടെ റൈറ്റർക്ക് ഒരു ലെറ്റർ കിട്ടുന്നു. The heading on the envelope was marked Oxford Polytechnic. അപ്പോൾ ഓക്സ്ഫോർഡ് പോളിടെക്നിക് എന്നാണ് ലെറ്റർ കിട്ടിയിരിക്കുന്നത്. Mother opened the letter. The letter said, Dear Miss Chib, I hereby inform you that you have been accepted in the publishing course. അപ്പോൾ ഓക്സ്ഫോർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ലെറ്റർ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു പബ്ലിഷിംഗ് കോഴ്സ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്കായിരുന്നു. ഓൺ റീഡിംഗ് ദി ലെറ്റർ ഐ ഷർക്ക്ഡ് വിത്ത് എ ജോയ്. ഞാൻ അപ്പോൾ സന്തോഷം കൊണ്ട് കുലുങ്ങി ചിരിച്ചു. മദർ ഹഗ്ഡ് മീ ആൻഡ് സെഡ്, യു മോസ്റ്റ് ഗെറ്റ് എ സ്കോളർഷിപ്പ്, അതർവൈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ. അപ്പൊ അമ്മ പറഞ്ഞ കാര്യം, നിനക്ക് സ്കോളർഷിപ്പ് കിട്ടില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മുടെ റൈറ്ററിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പോകാനുള്ള പണമൊക്കെ ഒന്ന് ശരിയാവണം എന്നുള്ളതായിരുന്നു റൈറ്ററിന്റെ പ്രാർത്ഥന. I crossed my fingers hoping to get the money. I was slowly entering adulthood. I counted the days when I would be in Oxford. ഓക്സ്ഫോർഡിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ എണ്ണി നമ്മുടെ റൈറ്റർ ഇരുന്നു. I was not sure whether I was looking forward to being at Oxford or being with Subin. അതായത് സുബിൻ ഓൾറെഡി ഓക്സ്ഫോർഡിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ റൈറ്റർ പറയാണ്, ഞാൻ ഓക്സ്ഫോർഡിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണോ അതോ കൂട്ടുകാരനായിട്ടുള്ള സുബിനെ കാണാനാണോ ഞാൻ ഓക്സ്ഫോർഡിൽ പോണേന്നുള്ളത് എനിക്ക് ഇപ്പോഴും നിശ്ചയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. സുബിനെ കാണാൻ പോകുന്നതായിരിക്കാം മേ ബി ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് അല്ലെ. അപ്പം ഇത്രയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്, സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്, ഇയർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ തെറ്റാതെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം കേട്ടോ. വൈ വാസ് ദ നറേറ്റർ പ്ലസന്റ്ലി സർപ്രൈസ്ഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ക്ലി? ബെർക്ക്ലിയിലെ യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അതിശയം തോന്നിയത്? കാരണം the narrator pleasantly surprised at the University of Berkeley because she found so many electric wheelchairs there. Their wheelchairs have the right of way. Traffic stopped to let them cross the road. അവിടെ വീൽ ചെയർസിനായിരുന്നു മുൻഗണന. വീൽ ചെയർസിന് ട്രാവൽ ചെയ്യാത്തക്ക രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വീൽ ചെയർസിന് വേണ്ടി അവിടെ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തും കൊടുക്കുമായിരുന്നു. Why is it advisable for a disabled person to have electric wheelchair at the university in Berkeley? അതായത് ബെർക്ക്ലിയിൽ എന്തുകൊണ്ടാണ് അംഗവൈകല്യമുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഉള്ളതാണ് നല്ലത് എന്ന് പറയുന്നത്? കാരണം അവരുടെ ക്യാമ്പസ് ഒരു ഹില്ലിന് മുകളിലായിരുന്നു. സോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടേക്ക് വരുന്നുണ്ടായിരിക്കുക കൂടുതലും. അപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. What are the difficulties faced by a person who cannot walk in India? ഇന്ത്യയിൽ ആണ് ഒരു നടക്കാൻ കഴിയാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നേനെ. അതെന്തൊക്കെയാണ്? ഇൻ ഇന്ത്യ മോസ്റ്റ് ബിൽഡിങ്സ് ആർ ടോട്ടലി ഇൻആക്സസിബിൾ ടു വീൽ ചെയർസ്. ഇന്ത്യയിൽ കെട്ടിടങ്ങളിലും മിക്കവാറെണ്ണത്തിലും വീൽ ചെയർസിന് കയറാനുള്ള ഇതില്ലായിരുന്നു, ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു എൻറ്റർ ഈവൻ 5-star ഹോട്ടൽസ്, ആർട്ട് ഗാലറീസ് ഓർ പാർക്ക്. ഇന്ത്യയിലെ പാർക്കിലോട്ടും ആർട്ട് ഗാലറീസിലോട്ടും ഒക്കെ തന്നെ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാളുകൾക്ക് കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇന്ത്യ ബിക്കോസ് ദർ ആർ നോ റാംപ്സ് ഫോർ വീൽ ചെയർസ്. വീൽ ചെയർസിനുള്ള റാമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല.
Why did the disabled people in Berkeley argue that nobody is completely independent? ആരും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് ബാർക്ലിയിൽ ആളുകൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളൊരു നോർമൽ പീപ്പിൾ ആണെങ്കിൽ കൂടി നമ്മൾ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാർപ്പൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലംബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രീഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെല്ലാവരും ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരല്ല എന്നാണ് അവർ പറയുന്നത്. What are society's stereotypical concepts about disabled people? Disabled people-നെ കുറിച്ചുള്ള സമൂഹത്തിന്റെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൊസൈറ്റി തിങ്സ് ദാറ്റ് ഡിസേബിൾഡ് പേഴ്സൺസ് ആർ വെരി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്. അവർ ഹെൽപ്ലെസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഡിസേബിൾഡ് പീപ്പിൾസ് അവർ ഡിസേബിൾഡ് പേഴ്സൺസ് ആർ ഹ്യൂമൻ ബീയിങ്സ്. അവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഹു ഈസ് മായ? മായ ഈസ് എ നിയർലി 45-year-old Nepalese woman who was hired as an attendant to Malini Chib. മാലിനി ചിബിൻ്റെ സഹായിയായിട്ട് വന്ന ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരു നേപ്പാൾകാരിയായ സ്ത്രീയാണ് മായ എന്ന് പറയുന്നത്. വാട്ട് ഈസ് അഡാപ്റ്റ്? It is the name of an international recreational club set up by Malini Chib. Adapt is the acronym for able, disabled, all people together എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇറ്റ് വുഡ് ഹെൽപ്പ് ദ ഏബിൾ ആൻഡ് ഡിസേബിൾഡ് ടു മീറ്റ് ആൻഡ് ഇൻട്രാക്ട്. ഏബിൾ ആയിട്ടുള്ളവരും ഡിസേബിൾ ആയിട്ടുള്ളവരും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ക്ലബ്ബ് മാത്രമാണ് അത്. In which subject did Malini Chib get admission at the Oxford Polytechnic? Oxford Polytechnicൽ അഡ്മിഷൻ കിട്ടിയത് എന്തിലായിരുന്നു? She got admission for the publishing course at the Oxford Polytechnic. പബ്ലിഷിംഗ് കോഴ്സിലാണ് അഡ്മിഷൻ കിട്ടിയത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതന്നെയാണ് ഇതിന് എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം ബർക്ലിയിൽ പോയിട്ട് കണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണം. മാലിനി ചിബിൻ്റെ ലൈഫിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ ഇതിൽ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ മായേനെ കുറിച്ചും നോട്ട് ചെയ്ത് വെക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു.